ബൈപ്പാസ് സർജറിക്കായി പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ എത്തുന്നവർക്കുള്ള മുന്നറിയിപ്പ്. 4 മാസം വരെയെടുക്കും ശസ്ത്രക്രിയ നടത്താൻ. അത്രയും കാലം ജീവിച്ചിരിക്കുമെന്നുറപ്പുണ്ടെങ്കിൽ മാത്രം പരിയാരത്തേക്ക് സ്വാഗതം. കണ്ണൂർ മെഡിക്കൽ കോളേജിൻ്റെ ഹൃദയഭാഗത്തായി ഇങ്ങനെയൊരു ഹൃദയത്തിൻ്റെ രൂപമുണ്ട്. രൂപമൊക്കെ കൊള്ളാം, പക്ഷേ ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ ഡോക്ടർമാർ മാത്രം ആശുപത്രിയിൽ ഇല്ല. നെഞ്ചുവേദനയെ തുടർന്നാണ് ചപ്പാരപ്പടവ് സ്വദേശിയായ ബാലൻ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാകുന്നത്. ഹൃദയവാൽവിന് 90% ബ്ലോക്കുള്ളതിനാൽ ബൈപ്പാസ് സർജറി വേണം. ശസ്ത്രക്രിയയ്ക്ക് തയ്യാറായ ബാലനോട് ഡോക്ടർമാർ ഒരു കാര്യം പറഞ്ഞു. ആൻജിയോഗ്രാം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ആൻജിയോഗ്രാം ചെയ്തു. ഒരു ദിവസം പറഞ്ഞു ഓപ്പറേഷൻ വേണം, തുറന്ന് ഓപ്പറേഷൻ ചെയ്യണം. അതിപ്പോൾ തൽക്കാലം ഇവിടെ ഡോക്ടർമാരില്ല. ഡോക്ടർമാർ വന്നിട്ടാകുമ്പം ഡേറ്റ് തരാം. അത്ര വരെ വീട്ടിൽ പോയാൽ മരുന്ന് കഴിച്ചിട്ട് എനിക്ക് കൂടുതൽ എന്തെങ്കിലും വരികയാണെങ്കിൽ കോഴിക്കോടേക്ക് പോയിക്കോ, അല്ലെങ്കിൽ അടുത്ത ഡോക്ടർ വന്നതിന് ശേഷം ഡോക്ടറോട് വന്ന് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് ഡേറ്റ് വന്നിട്ടാകുമ്പോൾ ഓപ്പറേഷൻ ചെയ്യാം. 4 ലക്ഷം രൂപ വരെ വേണ്ടിവരും സ്വകാര്യ ആശുപത്രിയിൽ ബൈപ്പാസ് നടത്താൻ. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ നിസ്സഹായ അവസ്ഥയിലാണ് സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. 1000 രൂപ പോലും എടുക്കാൻ എൻ്റെ കയ്യിലില്ല. നാട്ടുകാരുടെയും എൻ്റെ ബന്ധുക്കളെയും ഇവളെ കൂട്ടത്തിൽ പഠിച്ച കുട്ടികളുടെ എല്ലാം സഹായത്തോടെ മോളെ ഓപ്പറേഷൻ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞത് ഒരു വർഷം ഡിസംബർ 17-ാം തീയതി കഴിഞ്ഞ ഡിസംബർ 17-നാണ് ഇവൾക്ക് തുടങ്ങി. അതിൻ്റെ ചികിത്സ എല്ലാം കൂടി 10-12 ലക്ഷം രൂപ മേടിച്ചു. ഇപ്പം വീട് തന്നെ ജപ്തി ചെയ്യാൻ ഓർഡറായിട്ട് ബാങ്കുകൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ 10 രൂപ പോലും എടുക്കാനില്ലാത്ത അവസ്ഥയാണ്. ഗവൺമെൻറ് ഹോസ്പിറ്റൽ അല്ലാതെ വേറെ ഒരു സ്ഥലത്ത് പോലും ചെയ്യാൻ കഴിയില്ല. 4 കാർഡിയോളജി സർജന്മാരുണ്ടായിരുന്ന പരിയാരത്ത് മുഴുവൻ സമയ സേവനം നൽകുന്നത് ഒരാൾ മാത്രമാണ്. ഒരു ഡോക്ടറെ സ്ഥലം മാറ്റി, മറ്റൊരാൾ അവധിയിലുമാണ്. ഇതാണ് പ്രതിസന്ധി രൂക്ഷമാകാൻ കാരണം. അവിടെ ഓപ്പറേഷൻ തിയേറ്ററിൽ എന്തോ ലീക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് സർജറി ചെയ്യാൻ പറ്റില്ല ഇപ്പം പെട്ടെന്ന്. അത് പരിഹരിച്ചതിന് ശേഷം മാത്രമേ പറ്റുള്ളൂ എന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നെ അന്വേഷിച്ചപ്പോഴാണ് പറഞ്ഞത് ഡോക്ടേഴ്സ് ഇല്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഒരു 300 എബോവ് അവിടെ ബുക്കിംഗ് ആയിട്ട് കിടപ്പുണ്ട്. ആരുടെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ ചാൻസ് ഉള്ളൂ എന്ന് അവിടെ നിന്ന് തന്നെയാണ് പിന്നെ അറിയുന്നത് ഞങ്ങൾ. സർക്കാർ കുടിശ്ശിക വർദ്ധിച്ചതോടെ കാരുണ്യ ഇൻഷുറൻസും സ്വകാര്യ ആശുപത്രികളിൽ പലതും നിർത്തലാക്കി. ഇതോടെ സർക്കാർ ആശുപത്രിയെ ആശ്രയിക്കുന്ന സാധാരണക്കാരായ രോഗികളുടെ എണ്ണവും വർദ്ധിച്ചു. 200ഓളം പേരാണ് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ബൈപ്പാസ് സർജറിക്കായി കാത്തിരിക്കുന്നത്. അത്രയും കാലം ജീവന് യാതൊരു സുരക്ഷയുമില്ലാതെ. നമ്പർ 1 ആരോഗ്യ കേരളത്തിലാണ്. അത്യാവശ്യത്തിന് പോലും ഡോക്ടർമാരില്ലാത്ത ഈ സർക്കാർ മെഡിക്കൽ കോളേജ് ലക്ഷങ്ങൾ മുടക്കി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടാൻ ഗതിയില്ലാത്ത പാവങ്ങളുടെ ജീവന് ആര് മറുപടി പറയും? കണ്ണൂരിൽ നിന്നും ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്. വിവരങ്ങളുമായി ഫെലിക്സ് ചേരുന്നുണ്ട്. ഫെലിക്സ്, ഗുഡ് മോർണിംഗ്. ഇത് പാവപ്പെട്ട ഒരുപാട് രോഗികളുടെ കാര്യമാണ്. ഇത്തരത്തിൽ അടിയന്തര ശസ്ത്രക്രിയയൊക്കെ ഇങ്ങനെ മാസങ്ങളായി എങ്ങനെയാണ് നീട്ടിവെക്കാൻ കഴിയുക? ഈ രോഗികളോടൊക്കെ നേരിട്ട് സംസാരിക്കാൻ കഴിഞ്ഞപ്പോൾ എന്താണ് അവരൊക്കെ പങ്കുവയ്ക്കുന്ന ഒരു സങ്കടം? ഞാൻ റിപ്പോർട്ടിൽ കണ്ടു, എങ്കിൽ കൂടിയും നേരിട്ട് സംസാരിച്ച ഒരാളെന്നുള്ള നിലയിലുള്ള അഭിപ്രായമാണ് ഞാൻ ചോദിക്കുന്നത്. ഗുഡ് മോർണിംഗ് മുക്തി. ഏതായാലും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രിയാണ്. പ്രത്യേകിച്ച് ഒരു ബൈപ്പാസ് ഒക്കെ വേണ്ടി വന്നാൽ അവർക്ക് ഈ 4 ലക്ഷം രൂപയൊക്കെ പുറത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചെന്ന് മുടക്കുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ആ നിത്യച്ചെലവ് പോലും താങ്ങാൻ കഴിയാത്ത സാധാരണക്കാരായ രോഗികളാണ് ഈ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നത്. അങ്ങനെ ആശ്രയിക്കുമ്പോഴാണ് ഈ ബൈപ്പാസ് സർജറിക്ക് ആവശ്യമായ ഡോക്ടർമാർ പരിയാരം മെഡിക്കൽ കോളേജിൽ ഇല്ലാത്തൊരു പ്രതിസന്ധി ഉള്ളത്. 4 ഡോക്ടർമാർ നേരത്തെ ഉണ്ടായിരുന്നു. അതിൽ മുഴുവൻ സമയ സേവനത്തിനായി ഇപ്പോൾ ഒരു ഡോക്ടർ മാത്രമാണുള്ളത്. അപ്പോൾ ഈ സർജറി ചെയ്യാനായി, ബൈപ്പാസ് സർജറി ചെയ്യാനായി പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുന്ന രോഗികളോട് ഡോക്ടർമാർ പറയുന്നത് കാത്തിരിക്കണം, 4 മാസം വരെ കാത്തിരിക്കണമെന്നതാണ്. ഒരു ബൈപ്പാസ് ഒക്കെ ആവശ്യം വന്നൊരു രോഗിക്ക് എങ്ങനെയാണ് 4 മാസം കാത്തിരിക്കാനാകുക എന്നൊരു ചോദ്യമുണ്ടല്ലോ. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഒന്നുകിൽ സ്വകാര്യ ആശുപത്രി ആശ്രയിക്കണം. സ്വകാര്യ ആശുപത്രിയിൽ താങ്ങാനാവുന്നതിലും അപ്പുറത്തെ ചിലവ് വരുമ്പോൾ അവർക്ക് മറ്റൊരു നിവൃത്തിയില്ലാതെ മരുന്ന് കഴിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു ഗതികേടിലേക്ക് ഈ രോഗികൾ വരുന്നു എന്നതാണ്. പരിയാരം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സഹകരണ മെഡിക്കൽ കോളേജായിരുന്നു, പിന്നീടാണത് സർക്കാർ ഏറ്റെടുത്തത്. ഈ കണ്ണൂർ ജില്ല മാത്രമല്ല, വയനാട്, കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിൽ നിന്നും സാധാരണക്കാരായ രോഗികൾ ആശ്രയിക്കുന്ന ഒരു മെഡിക്കൽ കോളേജാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രതിസന്ധി നമുക്കറിയാം, ഈ കാരുണ്യ ഇൻഷുറൻസ് സർക്കാർ കുടിശ്ശിക ഈ ആശുപത്രികൾക്ക് നൽകാത്തത് കൊണ്ട് തന്നെ പല ആശുപത്രികളും ലഭിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കാരുണ്യ ഇൻഷുറൻസ് ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ സ്വകാര്യ ആശുപത്രിയിൽ പോകാൻ കഴിയില്ല. കാരണം അവിടെ സർക്കാർ പണം നൽകാത്തത് കൊണ്ട് ആ ഇൻഷുറൻസ് എടുക്കില്ല. അപ്പോൾ ആകെ ആശ്രയിക്കാൻ സാധാരണക്കാർക്ക് കഴിയുന്നത് ഈ മെഡിക്കൽ കോളേജിലാണ്.
കോളേജിലാണ്. അങ്ങനെ ആശ്രയിക്കുമ്പോഴാണ് അവർ പറയുന്നത് നിങ്ങൾ 4 മാസം കാത്തിരിക്കുകയെന്ന്. ഈ 4 മാസം കാത്തിരിക്കുമ്പോൾ അവരുടെ ജീവൻ ആര് ഗ്യാരണ്ടി നൽകും എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ ഡോക്ടർമാരില്ല. ഈ ഡോക്ടർമാർ ഒരു ഡോക്ടറെ ട്രാൻസ്ഫർ ചെയ്തു, മറ്റൊരു ഡോക്ടർ അവധിയിലാണ്, മറ്റൊരു ഡോക്ടർ വല്ലപ്പോഴുമാണ് എത്തുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു പ്രതിസന്ധി ആ ആശുപത്രി, ഒരു മെഡിക്കൽ കോളേജ് നേരിടുന്നു എന്നതാണ്. പക്ഷേ ഇത്രയും നാളായിട്ടും അതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വടക്കേ മലബാറിലെ ഒരു പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജിലാണ് ഇത്തരമൊരു അവസ്ഥ നിലനിൽക്കുന്നത് എന്നതാണ്. അത് സാധാരണ രോഗികളെ സംബന്ധിച്ചിടത്തോളം, പാവപ്പെട്ട രോഗികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ ബൈപ്പാസ് സർജറിക്കായി ഇത്രയധികം രോഗികൾ, 200ഓളം രോഗികൾ സ്വകാര്യ ആശുപത്രി ആശ്രയിക്കാൻ കഴിയാതെ സർക്കാർ ആശുപത്രിയിൽ ഈ ദിവസങ്ങൾ വൈകുമെന്ന കാരണത്താൽ വീട്ടിൽ തന്നെ മരുന്ന് കഴിച്ചിരിക്കുന്ന ഒരു ഗതികേടിലാണ് ഈ പ്രദേശത്തുള്ള